ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് നൈറ്റ് ഔട്ട് ടോക്കീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മനോജ് മോസിസ്. വെൽക്കം ടു നൈറ്റ് ഔട്ട് ടോക്കീസ്. വെൽക്കം ടു നൈറ്റ് ഔട്ട് ടോക്കീസ്. സോഷ്യൽ മീഡിയയിൽ എന്തായിട്ടാണ് അറിയാൻ ആഗ്രഹം? ഡാൻസറായിട്ടാണോ, ആക്ടറായിട്ടാണോ, എന്തായിട്ടാണ് അറിയാൻ? കൊറിയോഗ്രാഫറായിട്ട്. എങ്ങനെയാണ് ഈ ഡാൻസ് ഉള്ള ഫീൽഡിലോട്ട് വന്നത്? തുടക്കം അച്ഛനാണ് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ, നമ്മുടെ വീട്ടിനടുത്തൊരു സ്റ്റുഡിയോ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കൊണ്ടാക്കിയത് തന്നെ. ഡാൻസിനോടൊന്നും താല്പര്യമില്ല, എനിക്ക് പിന്നെ ഈ ചാട്ടവും മറിയൽ ഫ്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയതാണ്. പിന്നെ അവിടെ കുറച്ച് ദിവസം വന്നു. പിന്നെ അവിടെ ആ ഡാൻസ് ക്ലാസ് ഷിഫ്റ്റ് ചെയ്തവർ വേറെ സ്ഥലത്തേക്ക്. പിന്നെ എനിക്ക് അങ്ങ് ദൂരം ആയതുകൊണ്ട് പോകാൻ പറ്റാതെ ബ്രേക്കായിപ്പോയി. പിന്നെ +1 ആ സമയത്താണ് വീണ്ടും ചെറിയ ചെറിയ ടി വിയിലൊക്കെ കണ്ട് കളിച്ച് അങ്ങനെ അമ്പലപരിപാടി അങ്ങനെയാണ് ഒരു ടീമിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് പിന്നെ ത്രൂ ഔട്ട് ഡാൻസിലോട്ടാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാ കൊണ്ടാക്കിയത് എന്നുള്ള? ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എന്നെ കൊണ്ട് വിട്ടതാണ്. ഈ സമയം പോകല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ അത് ഫ്യൂച്ചർ ആക്കണമെന്ന് പറഞ്ഞിട്ടല്ല എന്നെ കൊണ്ടുവിട്ടത്. മെയിനായിട്ട് പഠിത്തം നോക്കണം, അതിനിടയിൽ നിനക്ക് ഫ്രീ ടൈമിൽ, അത് വെക്കേഷൻ ടൈം ഉണ്ടല്ലോ, നമുക്ക് 2 മാസം വെക്കേഷൻ വരുമല്ലോ, ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങൾ കൂടി ഇവിടെ. ഡാൻസ് അങ്ങനെ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ആ സമയത്ത്. എനിക്ക് ഈ സൈക്കിൾ സ്റ്റണ്ട് അതിനൊക്കെയാണ് ക്രൈസ്. സൈക്കിൾ സ്റ്റണ്ട് ഒക്കെ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ? ഇഷ്ടമായ ഫ്രണ്ട്സ് ഉണ്ട്. പ്രേം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്. അവനാണ് ഈ സൈക്കിളിൽ അഭ്യാസം കാണിക്കുന്ന പരിപാടി. അവൻ ഈ റോഡിൽ കൂടെ ഒറ്റ വീലിലൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് അവനാണ് സ്റ്റാർ. നമ്മളിപ്പോൾ വിജയ്, സൂര്യനെ കാണുമ്പോൾ അപ്പം ആ സമയത്ത് എൻ്റെ സ്റ്റാർ അവനാണ്. പക്ഷേ ട്രാഫിക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഒറ്റ വീലിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് കണ്ട് ക്രൈസായി പിന്നെ അവൻ്റെ കൂടെയൊക്കെ പോയി സ്റ്റണ്ടിലോട്ട് മാറി. അപ്പം പിന്നെ സ്റ്റണ്ടിലോട്ട് മാറി. പിന്നെ തിരുമല അതായത് എൻ്റെ സ്ഥലം തിരുമല ജംഗ്ഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കും, ബ്ലോക്ക് ആവാൻ വേണ്ടിയിട്ട്. സിഗ്നൽ ആകുമ്പോഴത്തേക്ക് ഈ ബ്ലോക്കിനിടയിൽ കൂടെ സൈക്കിളിൽ ഇങ്ങനെ പോകും. ആ പരിപാടി. വീട്ടിൽ ഇത് അറിയാമായിരുന്നോ ഈ സ്റ്റണ്ടിന്റെ കാര്യം? അറിഞ്ഞു. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരിക്കൽ എൻ്റെ വീടിൻ്റെ ജംഗ്ഷനിൽ ഇങ്ങനെ വീൽ ചെയ്ത് ഇങ്ങനെ ഒറ്റ വീലിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം അച്ഛൻ്റെ ഫ്രണ്ട് ചെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, നിൻ്റെ മോൻ ജംഗ്ഷൻ വഴി ഒറ്റ വീലിലാണ്. പിന്നെ അച്ഛൻ വന്ന് സൈക്കിളൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ കുറേ വർഷമൊക്കെ. അന്നത്തോടെ അച്ഛൻ്റെ കിട്ടിയ സ്റ്റണ്ട് ഒഴിവാക്കി. ഭയങ്കര വിഷമമായിരുന്നു. ചെയ്യരുതെന്ന് പറഞ്ഞതിനല്ല വിഷമം, എൻ്റെ സൈക്കിളിനെ 2 ആക്കി കളഞ്ഞു അച്ഛൻ. എന്ത് ഡാൻസ് ആയിരുന്നു അപ്പൊ പഠിച്ചത്? നോർമൽ സാധാ വെസ്റ്റേൺ ഡാൻസ്. ആദ്യം എനിക്ക് ബേസിക്സ് ആണ് പഠിപ്പിച്ചു തന്നത്. എൻ്റെ ഒരു ഗുരുവുണ്ട്, എൻ്റെ ആദ്യം ഡാൻസ് പഠിപ്പിക്കുന്നത് എന്നെ സതീഷ് എന്ന് പറഞ്ഞൊരു മാസ്റ്ററാണ്. പുള്ളിയാണ് എനിക്ക് ആദ്യം ബേസിക്സ് പറഞ്ഞു തന്നത്. അത് പഠിച്ച് പിന്നെ ഞാൻ തലകുത്തി മറിയില്ല, അങ്ങനത്തെ പരിപാടി, ഫ്ലിപ്സ് എന്ന് പറയില്ലേ നമ്മളിപ്പോൾ. പഠിച്ചതിന് ശേഷം ഒരു പാട്ട് നമ്മൾ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്ത ഫസ്റ്റ് പാട്ട് തും ഹി ഹോ, മറ്റേ ആഷിക്കില്ല ആ പാട്ട്. അതിലാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പൊ ഒരു പാഷൻ ആയിരുന്നു അത് വെറുതെ ഇങ്ങനെ ഡാൻസ് കളിക്കണം, 4 പേര് എന്നെ അറിയണം, ഇങ്ങനെ നമുക്ക് ഫ്ലിപ്പൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ നോക്കുമല്ലോ എന്ന് എന്നിട്ട് അങ്ങനെ പ്രാക്ടീസ് തുടങ്ങി. പിന്നെ കുറച്ച് വർഷമായപ്പോഴത്തേക്കാണ് D4 ഡാൻസ് തുടങ്ങിയത് TV-യിൽ. അപ്പോൾ D4 ഡാൻസിൽ കയറണം എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്രീം ആ സമയത്ത്. അപ്പോഴേക്കും ഒരു പാഷനായി മാറിയോ? ആ സമയത്തൊക്കെ മാറി. ഭയങ്കര ഇൻട്രസ്റ്റ്. കുറേ പേരെ കണ്ടല്ലോ, റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരില്ലേ ആ സമയത്തൊക്കെ. കുക്കു, റിനോഷ്, ഇവരൊക്കെ തിളങ്ങി നിൽക്കുന്ന സമയം, റംസാൻ, അവരൊക്കെ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഇവരെ കണ്ടിട്ടാണ് ഇൻസ്പയർ ആയിട്ട് പറഞ്ഞത്. പിന്നെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയെങ്കിലും റിയാലിറ്റി ഷോ കയറണം, കോമ്പറ്റീഷൻ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ സെൽഫ് ആയിരുന്നു അതോ ഗുരു ഉണ്ടായിരുന്നോ? എങ്ങനെ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലൂ ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീമിൽ. അവിടെ പപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പപ്പൻ ചേട്ടൻ എന്ന് പറയും. അപ്പോൾ പുള്ളിയാണ് എന്നെ ട്രെയിൻ ചെയ്തത് ആ സമയത്ത്. പിന്നെ പോയി ഞാൻ അത്ര ട്രെയിൻ ഡാൻസർ അല്ലായിരുന്നു ആ സമയത്ത്. ഡാൻസ് കളിക്കും, പക്ഷെ ഭയങ്കര ട്രെയിൻ ഡാൻസർ അല്ല, സാധാ ഒരു ഡാൻസർ. അപ്പോൾ പിന്നെ മനസ്സിലായി ഇനി ഞാൻ കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഒരു റിയാലിറ്റി ഷോ വന്നിട്ടില്ല. പിന്നെ വെയിറ്റ് ചെയ്ത് തന്നപ്പോഴാണ് ഇത് കേരള ഡാൻസ് എന്ന് പറയും. ഇത് പുതിയ ചാനലാണ്, സി കേരളം 2018 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. ആ ചാനലിലെ ആദ്യത്തെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള ഡാൻസാണ്. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ആയി. പിന്നെ അതിനുശേഷം അത് ചെയ്തു. പിന്നെ അമൃത TV-യിൽ റിയാലിറ്റി ഷോ ചെയ്തു. പിന്നെ ചെന്നൈ പോയി ടൈറ്റിൽ വിൻ ചെയ്തു. ഫസ്റ്റ് ആ റിജക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ആ ഷോയിലേക്ക് കയറുന്ന വരെ എങ്ങനെയായിരുന്നു ആ പ്രിപ്പറേഷനും സ്റ്റേറ്റ് ഓഫ് മൈൻഡും ഒക്കെ? ആദ്യത്തെ ആ പോയപ്പം ആദ്യം ഫസ്റ്റ് കിട്ടിയില്ലല്ലോ ഓഡിഷന് പോയിട്ട്, എങ്ങനെയായിരുന്നു അത് ഹാൻഡിൽ ചെയ്ത്? അത് ആ സമയത്ത് ഇതിപ്പം റിജക്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും ഞാൻ അത്ര ട്രെയിൻ ഡാൻസർ അല്ല എന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായി. എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇനിയും ബെറ്റർ ആവണം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്തു. ഞാൻ പിന്നെ വീണ്ടും ഓഡിഷൻ പോയി വീണ്ടും റിജക്റ്റ് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വീണ്ടും നമ്മൾ പണിയെടുക്കണം, നല്ലപോലെ പണിയെടുക്കണം. നമ്മളൊരു ഡാൻസർ. ഞാൻ ഇപ്പോഴും പറയണം, ഞാൻ വലിയൊരു ഡാൻസർ അല്ല, ഇപ്പോഴും ഡാൻസ് കളിക്കും, കൊറിയോഗ്രാഫി ചെയ്യും, പക്ഷേ എന്നെക്കാളും അപ്പുറമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ പ്രയത്നിച്ചാലേ ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു തോട്ട് ആ സമയം മുതലേ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ
പ്രാക്ടീസ് ചെയ്തു ഞാൻ അങ്ങനെ ഇരുന്നില്ല. അതാണ് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. ഞാൻ 24 മണിക്കൂർ എന്ന് വെച്ചാൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ശംഖുമുഖത്ത് ബീച്ചിൽ പോയി പ്രാക്ടീസ് ചെയ്യൽ, ഫ്ലിപ്പ് അടിക്കൽ, പിന്നെ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ വീണ്ടും ഇത് തന്നെ സ്ഥിരം പരിപാടി. അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ്. അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തോ? വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഡെക്കറേഷൻ പണിയായിരുന്നു. ഇവൻറ്റ്സ്, കല്യാണ വർക്കുകൾ, പിന്നെ വിളമ്പാൻ പോകൽ, നമ്മളെ പഴയ പയ്യന്മാർ ചെയ്യുന്ന സാധാ കുടുംബത്തിൽ വന്ന എല്ലാ പയ്യന്മാരും ചെയ്യുന്ന ജോലി എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ. ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയാം ഓഡിഷനിൽ സെലക്ട് ആയ ഡാൻസ് കേരള ഡാൻസിനെ ഫസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ആ ഓഡിഷനും അവിടുത്തെ ഒരു എൻവയൺമെൻറ്റും എങ്ങനെയായിരുന്നു കയറി കഴിഞ്ഞിട്ടുള്ള ഒരു? ആദ്യത്തെ ഓഡിഷൻ കൊച്ചി വെച്ചായിരുന്നു. അവിടെ ഞാൻ കളിച്ചതിന് ശേഷം ഇവർക്ക് ഇഷ്ടപ്പെട്ട് വീണ്ടും സെലക്ട് ചെയ്തു. മൊത്തം 3 ഓഡിഷനുണ്ട്. 2 ഓഡിഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ ഓഡിഷൻ ജഡ്ജസിൻ്റെ ഫ്രണ്ടിലാണ്, അതായത് പ്രിയ ജി അവരെയൊക്കെ ഫ്രണ്ടിലാണ്. അപ്പോൾ 2 ഓഡിഷൻ കഴിഞ്ഞു. 3ാമത്തെ ഓഡിഷൻ പക്ഷേ എനിക്ക് ആ സമയത്ത് തന്നെ ഭയങ്കര കോംപ്ലക്സ് ഉണ്ട് എനിക്ക്. നമുക്ക് പറ്റിയ പരിപാടിയല്ല, എന്നാലും നോക്കാം എന്നുള്ളൊരു സംഭവം ഉണ്ടുള്ളൂ. പിന്നെ അങ്ങനെ അതിലൊരു 30 പേരെ ഇവർ മൊത്തം അത് കേരളത്തിൽ നിന്ന് വന്ന എല്ലാവരിൽ നിന്നൊരു 30 പേരെ അവരെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പേരെ മാത്രമേ ഫൈനൽ ഓഡിഷനിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ. അതിൽ ഫസ്റ്റ് കളിക്കുന്ന കണ്ടസ്റ്റൻറ്റ് ഞാനാണ്, ഫസ്റ്റ് സെലക്ട് ആവുന്ന ആൾ ഞാനാണ്. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, കോൺഫിഡൻറ്റ് വരുമല്ലോ. സെലക്റ്റായി, ഇത്രയും വർഷം കഷ്ടപ്പെട്ടതിൽ ഞാൻ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളത്. പിന്നെ വർക്ക് ചെയ്ത് പിന്നെ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് തന്നെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉഴപ്പായിരുന്നു ആ സമയത്ത്. ഞാൻ ഉഴപ്പിയായപ്പോഴത്തേക്ക് ഞാൻ അതിൽ ഔട്ടായി. അതെനിക്ക് പിന്നെ റിയലൈസ് ചെയ്ത് മനസ്സിലായി ഞാൻ അതങ്ങനെ ഉഴപ്പണ്ടായിരുന്നു എന്ന്. പിന്നെ ഞാൻ ഉഴപ്പിയിട്ടില്ല ഇന്നേ വരെ, ഈ നിമിഷം വരെ. ആ ഡാൻസിൻ്റെ അവിടുന്ന് എന്താ പഠിച്ചത്? ആ ഫസ്റ്റ് ആ ഒരു റിയാലിറ്റി ഷോയിൽ പോയി എക്സ്പീരിയൻസ് വന്നപ്പം എന്തായിരുന്നു? അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഡിക്കേഷൻ ഒക്കെ ആയിട്ട് ചെയ്യണം. 1. 2, നമ്മൾ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്യുമോ അത്രത്തോളം നമ്മൾ സക്സസ് ആവും എന്നുള്ളത് ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ കുറേ മാഷിമാരെ പരിചയപ്പെടാം, കുറേ മാസ്റ്റേഴ്സിനെ പരിചയപ്പെടാം, അവരെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഓരോ സ്റ്റൈല് പഠിക്കുന്ന ആൾക്കാരാണ് അവിടെ എല്ലാവരും. അപ്പോൾ അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഒരു റിയാലിറ്റി ഷോ ഞാൻ തോറ്റപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാവണം, ഞാൻ എന്ത് മണ്ടത്തിനാണ് ആ സമയത്ത് കാണിച്ചത് എന്ന്. പിന്നെ അത് രണ്ടും എൻ്റെ തെറ്റാണ്, ഇനി ആ തെറ്റ് ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അമൃത TV പോയി, പിന്നെ ചെന്നൈയിലേക്ക് പോയി വിൻ ചെയ്തു. ടൈറ്റിൽ വിൻ ചെയ്ത ഇതില്ലേ, അന്ന് ഫൈനൽ കളിച്ച പാട്ട് ഏതൊക്കെയാണെന്നൊക്കെ അറിയായിരുന്നു? ടൈറ്റിൽ വിൻ ചെയ്തതാ പുതുവെള്ളയും മഴ. സ്ലോ വെർഷൻ. അതൊരു കണ്ടംപററി ഒരു സ്റ്റൈലാണ് ഞാൻ ചെയ്തത്. അച്ഛനും അമ്മയുടെ ഒക്കെ എന്തായിരുന്നു റിയാക്ഷൻ ഈ റിയാലിറ്റി ഷോന് പോകണം എന്ന് പറഞ്ഞപ്പം? ആദ്യം അതായത് ഞാൻ റിയാലിറ്റി ഷോ പോണ സമയത്ത്, അതായത് ഡാൻസ് കളിച്ച് നടന്ന സമയത്ത്, റിയാലിറ്റി ഷോന് പോണതിന് മുന്നേ കളിച്ചിടുന്ന സമയത്ത് വീട്ടിൽ എതിർപ്പായിരുന്നു. പക്ഷെ പഠിക്കുന്നില്ല, ചുമ്മാ കളിച്ച് കിടക്കുകയാണ്, എല്ലാ സ്ഥലത്തും പോയി എന്താവും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കോമ്പറ്റീഷന് കയറി. പിന്നെ കോമ്പറ്റീഷന് ഇത് കേരളത്തിൽ സെലക്ട് ആയി, DKD സെലക്ട് ആയപ്പോഴത്തേക്കാണ് ഇവർക്കൊരു ഇത് വന്നു തുടങ്ങിയത്, കോൺഫിഡൻസ് വന്നു തുടങ്ങിയത്. അപ്പോൾ അവൻ ഇതിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലായി തുടങ്ങിയത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ കൊണ്ടിരുത്തി, അവർ TV കാണാൻ പറ്റുന്നു, അങ്ങനത്തെ ഒരു സംഭവം ഉള്ളിൽ വന്നല്ലോ. എൻ്റെ മോനെയൊക്കെ TV കാണാമെന്നുള്ള സംഭവം വന്നതിന് ശേഷം പിന്നെ അതിന് ശേഷം എൻ്റെ അടുത്ത് ഡാൻസിന് പോകരുത്, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നെ വരെ പറഞ്ഞിട്ടില്ല. കാരണം അത് ഞാൻ അവർക്ക് കൊടുക്കുന്ന ട്രസ്റ്റ് കാരണമാണ് അവരെനിക്ക് തരുന്നത്. ഞാൻ വേറെ ഒരു വഴിയിലേക്കോ വേറെ ഒരു ബാഡ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ ട്രസ്റ്റ് നഷ്ടപ്പെടാം. പക്ഷെ ഞാൻ അതിൻ്റെ 100% കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവരെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് എപ്പോഴായിരുന്നു മൂൺ വാക്ക് വന്നതിൻ്റെ? 2019 ഞാൻ അമൃത TV ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൂൺ വാക്കിൻ്റെ ഒരു ഓഡിഷൻ വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് നിയതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ പുള്ളിക്കാരി ബാംഗ്ലൂരാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഒരു പോസ്റ്റർ അയച്ചു തന്നിട്ട് ഒരു 6 പാക്ക് ബോഡിയും കണിച്ചിട്ടൊരു പയ്യൻ നിൽക്കുന്നുണ്ട്, ഒരു പോസ്റ്റർ, ആർ യു ദിസ് ഗായ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്ററിൽ നിങ്ങളെ ഫോട്ടോസ് അയക്കണം, ഡാൻസ് കുറച്ചെങ്കിലും അറിഞ്ഞിരുന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 4-5 ഫോട്ടോസ് മാത്രമേ അയച്ചിട്ടുള്ളൂ, ഡാൻസ് വീഡിയോസൊന്നും അയച്ചിട്ടില്ല. ഒരു കുളത്തിലോ ആറ്റിലോ കുളിക്കുന്ന ഒരു ഫോട്ടോസ് ഇങ്ങനെ ബോഡിയെ കാണിച്ചിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം തന്നെ വിളി വന്നു, ഒന്ന് വരണം, ഓഡിഷൻ വരണം. ഞാൻ നോക്കാമെന്നാണ് പറഞ്ഞത്. ഇവർ വിളിച്ചിട്ടും എനിക്ക് ഈ അഭിനയിക്കുന്ന പരിപാടി കുറച്ച് പാടുള്ള പരിപാടിയാണ് ആ സമയത്ത്. അയ്യോ അവരെങ്ങനെ വിചാരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ ഞാൻ പിന്നീട് പോയി പിന്നെ പെട്ടെന്ന് സെലക്ട് ആയത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പടം. അതാണ് മൂൺ വാക്കാണ് എൻ്റെ ആദ്യ സിനിമ. നോർമലി നമ്മളിപ്പം ഇപ്പോൾ ഒരു ഡാൻസ് എടുക്കുമ്പോൾ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് അറിയാന്നുള്ള പയ്യന്മാരായിട്ടായിരിക്കും നമ്മളത് എടുക്കുന്നത്. അങ്ങോട്ട് സിനിമയിലോട്ട് കയറുമ്പോൾ ഒരു വലിയ ക്യാമറ, അതിൻ്റെ ബാക്കിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പോൾ എങ്ങനെ ഫേസ് ചെയ്ത്? പേടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അഭിനയിക്കണം, അവർ ചിരിക്കൂ,
അങ്ങനത്തെ ഒരു ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. അവരെന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ളൊരു പേടി, പിന്നെ ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞു വിടുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ കുറേ ചാൻസ് കിട്ടി, ഇനി നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം നല്ലപോലെ. അപ്പം ഞാൻ കാരണം അത് പോകുമെന്നുള്ള പേടി കാരണം തന്നെ നീ ചെയ്തു പോയതാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ ഒക്കെ പറഞ്ഞപ്പോൾ ഉള്ളൊരു ഉള്ളിലൊരു ഒരു സംഭവം വരും. ചിലപ്പോൾ നമുക്ക് വയറൊക്കെ ഒരുപാട് ടെൻഷൻ, ഒരു സംഭവം വരും. ഫസ്റ്റ് ആക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെ. അതിനെ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് ബോക്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആദ്യം ഷൂട്ട് ചെയ്ത്. ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയണം, അതാണ് ഫസ്റ്റ് ഷോട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് എനിക്ക് തന്നെ ഒരു ക്യാമറ നോക്കാനേ ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 2 ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിലോട്ടാവുമ്പോഴത്തേക്കും പിന്നെ അത് കാണാൻ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ, ക്രൂരെയും കാട്ടിലും. അതൊരു ബുദ്ധിമുട്ടായിരുന്നു അവരുടെ മുന്നിൽ ഇങ്ങനെ ആക്ട് ചെയ്യാൻ? നമ്മുടെ നാട്ടുകാരും എന്തൊക്കെയാണല്ലോ ചുറ്റുമുള്ളത്. ആദ്യം ഉണ്ടായിരുന്നു, ചമ്മൽ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് മാറി. പിന്നെ നമ്മൾ ഈ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ആരെയും നോക്കാൻ പാടില്ല എന്നാണ്. ഞാൻ ആരെയും നോക്കൂല. ഞാൻ ഇപ്പം ഞാൻ ആരെയും ശ്രദ്ധിക്കൂല. ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഒരു ലുക്കിൽ അങ്ങോട്ടിനെ നോക്കിയിട്ട് ഞാൻ അങ്ങ് ചെയ്യണതാണ്. നമ്മൾ അങ്ങോട്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അച്ഛനമ്മയൊക്കെ വന്നിരുന്നോ ഷൂട്ടിൻ്റെ സമയമൊക്കെ? വന്നിരുന്നു, പക്ഷെ ഞാൻ അവരെ ഫ്രണ്ടിൽ അഭിനയിച്ചില്ല. അവർ പോയ ശേഷമാണ് ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ഇവിടെ തുടങ്ങും, അച്ഛനമ്മ വിട്ടോ. അത് കഴിഞ്ഞ എത്ര വർഷമായിരുന്നു മലയക്കോട്ടെ വലയപ്പോൾ ഞാൻ ചെയ്തത് 2023 വലിയ ഗ്യാപ്പ്. വലിയ ഗ്യാപ്പുണ്ട്. പിന്നെ അപ്പോഴേക്കും പിന്നെയും ആദ്യം തൊട്ട് പഠിക്കേണ്ടി വന്നോ ഈ ആക്ടിങ്? പാടുപെട്ടു എന്ന് പറയാം, നല്ലപോലെ പാടുപെട്ടു ഞാൻ. കാരണം ടോട്ടലി വേറൊരു ക്യാരക്ടറാണത്. കരാട്ട ഷാജിയിൽ നിന്ന് നേരെ ചിന്നപ്പയ്യൻ എന്ന് പറഞ്ഞാൽ വേറൊരു ക്യാരക്ടറല്ലേ. പിന്നെ ലാലേട്ടൻ്റെ കൂടെ പിന്നെ അത് പറയേണ്ടത്. ഷോട്ട് ലാലേട്ടനോടായിരുന്നു അതോ? ഫസ്റ്റ് ഷോട്ട് എൻ്റെ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ അങ്ങനെ ആ മലയിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന ഷോട്ടാണ്. ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോട്ട് അതായിരുന്നു ആദ്യ ഷോട്ട്. ലാലേട്ടൻ്റെ കൂടെ ഉള്ളത് ലാലേട്ടനെ ഞങ്ങൾ ഫുഡ് കൊണ്ടുപോകുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതായിരുന്നു ലാലേട്ടനായിട്ടുള്ള എൻ്റെ. ആക്ടറായിട്ടും ഇങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ഡാൻസ് ഇടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എങ്ങനെയാണ് അത് വേണ്ടാന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ? ഒരിക്കലും ഇല്ല. ഡാൻസ് ആണല്ലോ എന്നെ ഇതുവരെ എത്തിച്ചത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കാനും പാടില്ല, എൻ്റെ കഴിവിനെ ഞാൻ കളയാനും പാടില്ല. എനിക്കതൊരിക്കലും കളയാൻ ആഗ്രഹമില്ല. ഈ കാല് നിൽക്കും വരെ ഞാൻ കളിക്കും. അതാണ് എൻ്റെ ഡ്രീം. അതായത് ഞാൻ ഇനി എത്ര ഏജ് ആയാലും എന്നെ കൊണ്ട് പറ്റുന്ന വരെ ഡാൻസ് കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. ഈ ഡാൻസ് ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ കൺസിസ്റ്റൻ്റ്ലി വീഡിയോസ് ഇടുന്നതാണ്. ഷൂട്ടില്ലാത്ത സമയം മനോജ് എപ്പോഴും വീഡിയോസ് ഇടും, ക്രൂവും ഡാൻസ് സ്റ്റുഡിയോവും എല്ലാവരുമായിട്ട്. ഭയങ്കര സിങ്കാണ് നിങ്ങൾ, അതെങ്ങനെ സാധിക്കുന്നു? സിങ്കാണ് അത് എൻ്റെ കൂടെ കളിക്കുന്നവരാ. നിങ്ങളെല്ലാവരും ഭയങ്കര കൊറിയോഗ്രഫി ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്ഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ എല്ലാവരും ഭയങ്കര സിങ്കാണ്, ഭയങ്കര രസമാണ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എല്ലാവരും ഒരേപോലെ മൂവ് ചെയ്യും, ഒരേപോലെ സ്റ്റെപ്സ് ചെയ്യും. അതെങ്ങനെയാണ്? ഒത്തിരി പ്രാക്ടീസ് ചെയ്യുമോ നിങ്ങൾ? എങ്ങനെയാണ് ആ പ്രോസസ്സ്? പ്രാക്ടീസിൻ്റെ അല്ല. അപ്പം ഞാൻ കളിക്കും, കൊറിയോഗ്രാഫിയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവരും കളിച്ചാൽ ആ ഡാൻസിന് ഭംഗി ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പം കൊറിയോഗ്രാഫി ചെയ്താൽ ഇവരെ മാക്സിമം ഇട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയതിന് ശേഷം മാത്രം മതി നമുക്ക് ഈ വീഡിയോ എടുക്കൽ പരിപാടി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവരോട്. അപ്പം ചിലർക്ക് മടിയുണ്ടാവും, ചേട്ടാ ഇത് കുറേ നേരം ചെയ്യണോ, റീൽസ് അല്ലേ എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, നമ്മൾ റീൽസ് ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കണം. ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ആണെന്ന് പറയണം. പിന്നെ ഞാൻ ഈ ഹുക്ക് സ്റ്റെപ്പിനോട് അങ്ങനെ എല്ലാവരും ഹുക്ക് സ്റ്റെപ്പ് ചെയ്യുന്നു, എല്ലാ സിനിമയിലും സ്റ്റെപ്പ് ചെയ്യുന്നു, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാനത് ചെയ്യാത്തത് നമുക്കൊരു സംഭവമുണ്ട്, നമ്മളൊരു യൂണിക്കായിട്ട് കൊണ്ടുവരണം. നമ്മൾ ആ പാട്ടിൽ നമ്മളെ സ്റ്റൈൽ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. മറ്റേ ചെയ്യുന്നത് തെറ്റ ശരി, ഇതല്ല ഞാൻ പറയണത്, റോങ് എന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്. പക്ഷേ എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ മോണിക്ക ആയിരുന്നാലും ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്തിട്ടേക്കണം. അങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എല്ലാവരും കൂടെ എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യും ഇത്രയും പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്? അധികം റൂട്ടിട്ട് വെച്ച് ചെയ്യും. വെച്ചാൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കൊറിയോഗ്രാഫി ചെയ്തൊരു മുക്കാലായി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ അത് പൊളിക്കും. അത് പൊളിച്ചിട്ട് എനിക്ക് ആദ്യം കളിച്ച സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ ആക്കിയാൽ കൊള്ളായിരിക്കുമല്ലോ എന്ന് തോന്നും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് ഇവർ പഠിച്ചു വരുമ്പോഴത്തേക്കും ചേട്ടാ എന്തിനാട്ടോ മാറ്റിയത് എന്ന് ചോദിക്കും ഇവർ. ചേട്ടാ അത് കൊള്ളായിരുന്നില്ല. പക്ഷെ എനിക്കത് ഓഡിയൻസ് എങ്ങനെ കാണും എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. വെച്ചാൽ കാണുന്ന ആൾക്കാർക്കൊരു
ആ വാവ് എന്ന് പറയണം. പക്ഷെ ഞാൻ അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ ആയിട്ട് പൊളിച്ചിട്ട് വീണ്ടും ചെയ്യും. അത് അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നിട്ട് ആദ്യം സ്റ്റുഡിയോയിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ്, പിന്നെ ഔട്ട്ഡോർ കുറെ ഷൂട്ട്സ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, പുറത്താണ് ഇപ്പോൾ കൂടുതൽ ചെയ്യാറ്. അവിടെ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്യോ അതോ അവിടെ ഒരു ഷോട്ടിൽ തീരും? ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ഫിക്സ് ആയിട്ട് പോകും. പക്ഷേ നമ്മൾ അവിടെ ചെന്നിട്ടാണ് കൂടുതലും ചെയ്ത് നോക്കേണ്ടത്. കാരണം വെച്ചാൽ നമ്മളിവിടെ മിറർ നോക്കി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത്ര ഹെവി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ചില സമയങ്ങളിൽ. പിന്നെ എല്ലാവരും പക്കയായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിറർ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യും. അതായത് തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ മിറർ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യും. മിറർ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്താലേ കറക്റ്റായി കളിക്കാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ കുറെ സ്റ്റുഡിയോന്ന് തന്നെ ആയിരുന്നു തോന്നുന്നു അല്ലേ? ഇപ്പോഴാണ് കുറച്ച് റീൽസ് ഒക്കെ ഔട്ട്ഡോർ കുറെ കണ്ടു തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഇപ്പൊ പുറത്തേക്ക് വരാൻ? പുറത്തേക്ക് വരാൻ കാരണം അർജുൻ അശോകനാണ്. ആണോ? അതെന്താണ്? എൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ട് അച്ചുവേട്ടൻ എന്നെ അച്ചുവേട്ടൻ വിളിച്ചിട്ട്, എടാ നീ വീഡിയോ കുറച്ചുകൂടെ ഔട്ട്ഡോറൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്, എപ്പോഴും ക്ലാസ്സിൽ തന്നെ ലെവലിൽ പിടിക്കണ്ട, നന്നായിട്ടിട്, നീ ചെയ്യുന്നതൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ അത് പുറത്ത് വെച്ചാൽ നല്ലൊരു ലൊക്കേഷനൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പിന്നെ വെളിയിലോട്ട് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ട് അതിന് വ്യൂസും വരുന്നുണ്ട്. ഞാൻ വ്യൂസ് നോക്കിയിട്ടല്ല ആക്ച്വലി വീഡിയോ ഇടുന്നത്. എൻ്റെ കൊറിയോഗ്രാഫി ആൾക്കാർ കാണണം, എനിക്ക് എൻ്റെ ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണം. അല്ലാതെ കുറേ മില്യൺ അടിക്കണം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ എൻ്റെ കൊറിയോഗ്രാഫിയാണ്. ഈ കൊറിയോഗ്രാഫിയിലേക്ക് എങ്ങനെയാ വന്നത്? പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കിട്ടുന്ന സന്തോഷം എനിക്ക് വേറെ ഒന്നിനും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും എൻ്റെ കൂടെ ഒരാൾ നിൽക്കുകയാണ്, ഞാൻ പുള്ളിക്കാരനോ ആരായിട്ട് നമ്മളിപ്പോൾ ആ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അവർ കളിച്ച് കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം തോന്നും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ തോന്നും. പക്ഷെ അങ്ങനത്തെ ഒരാളായിരിക്കണം. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതില്ല. നമ്മൾ കൊടുക്കുന്നത് അവർ തിരിച്ച് ഡബിളായിട്ട് ഈ സ്റ്റെപ്പ് നമ്മളെക്കാളും ചിലപ്പോൾ ഭംഗിയായിട്ട് അവർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് തോന്നും. അങ്ങനെ എങ്ങനെയാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്? ഈ ഡാൻസ് സ്റ്റുഡിയോയുടെ മനോജ് കഴിഞ്ഞ വർഷമാണ് ഡാൻസ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തല്ലേ? അപ്പം അതിലേക്കുള്ള എങ്ങനെയായിരുന്നു ആ ഗ്രോത്ത്? ഇങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങണം അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് വന്നത് എപ്പോഴാണ്? പണ്ടേ ഉണ്ടായിരുന്നു. ഡാൻസ് തുടങ്ങി, അതായത് കുറച്ച് കളിച്ചിങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പഠിപ്പിക്കാൻ അന്നേ ഇഷ്ടമാണ്. അന്ന് കൂടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് പറഞ്ഞുകൊണ്ട് നമുക്ക് അന്ന് റീലും പരിപാടിയൊന്നും ഇല്ലല്ലോ, നമുക്ക് അമ്പലപരിപാടിയിലെ പ്രോഗ്രാം അങ്ങനത്തെ. അപ്പം പഠിപ്പിക്കാൻ അന്ന് മുതൽ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരു ചെറിയൊരു ഡാൻസ് സ്റ്റുഡിയോ ഇട്ടിരുന്നു ആദ്യം, ഒരു കാർ ഷെഡിൽ. ആ ഒരു കാറിൻ്റെ ഷെഡിൽ തിരുമല തന്നെയാണ്, വേറെ സ്ഥലത്ത് ഒരു കാറിൻ്റെ ഷെഡിൽ എൻ്റെ ആദ്യത്തെ ഡാൻസ് സ്റ്റുഡിയോ അതായിരുന്നു. പിന്നെ എൻ്റെ വീടിനടുത്തൊരു പള്ളിയുണ്ട്, ഞാൻ പോകുന്ന പള്ളിയുടെ മേളിലൊരു സ്റ്റുഡിയോ തുടങ്ങി. അതും പ്രോപ്പറായിട്ട് പോയില്ല. പിന്നീടാണ് ഈ സ്റ്റുഡിയോ തുടങ്ങി. സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്തോ ഈ കൊറിയോഗ്രാഫി ക്ലാസ്സസിനൊക്കെ? പിന്നെ എന്നെ കാണാനായിട്ട് ആൾക്കാർ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം, എൻ്റെ കൂടെ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേര് സ്റ്റുഡിയോയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത ആൾക്കാരും ഉണ്ട്. പ്രശ്നം ഉണ്ടാവാറുണ്ടോ മനോജ് എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു? അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ചെറുതായിട്ട് വരാറുണ്ട്. പിന്നെ അത് മാനേജ് ചെയ്ത് പോകും. എൻ്റെ തിരക്കുകളും കാര്യങ്ങളും അവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആൾക്കാർ വരാറുണ്ടോ ഇങ്ങനെ റീല് ചെയ്യണം, ഡാൻസ്? റീല് ചെയ്യാൻ വരുന്ന ആൾക്കാരോട് ഞാൻ കൂടുതലും ഡാൻസ് പഠിക്കാനേ പറയുള്ളൂ. നിങ്ങൾ 1 മിനിറ്റ് വീഡിയോ എടുക്കുന്നതിനേക്കാളും നല്ലപോലെ ട്രെയിൻ ഡാൻസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കാം അല്ലേ? വെറുതെ വന്ന് നിങ്ങളിപ്പോൾ 30 സെക്കൻഡ് ഭയങ്കരമായിട്ടൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 3 മാസം 4 മാസം നിങ്ങൾ സ്റ്റുഡിയോ നിന്ന് പഠിച്ചിട്ട് നിങ്ങൾ പോയെടുത്തെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇടാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒട്ടും ഡാൻസ് അറിയാത്ത ആൾക്കാർ വന്നിട്ടുണ്ടോ ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു? വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അതിനെ അവരെ ഡീൽ ചെയ്യണത് നമ്മൾ ആദ്യം അവരെ പറഞ്ഞ് മെയിനായിട്ട് അവരെ കോൺഫിഡൻ്റ് ആക്കണം. നമ്മൾ ആദ്യം അവർ പറയണത് എനിക്ക് ഒരു ബേസും ഇല്ല, ഡാൻസ് ഒട്ടും അറിഞ്ഞുകൂടെ, സ്റ്റാർട്ടിങ് ആണ്, അപ്പോൾ എന്ത് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ഈസി പരിപാടിയാണ്, ഇത് നിങ്ങൾക്കും പറ്റുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ എടുത്ത ഉടനെ തന്നെ ഞാൻ മൈക്കിൾ ജാക്സൺ ആണെന്നുള്ള രീതിയിൽ പോയി സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർ ഓടും, അവർ നിൽക്കില്ല ഇവിടെ. പക്ഷേ അവർ കാണുമ്പോഴത്തേക്കും ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല സാർ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പറയേണ്ട ഒരു ഇടം നമുക്ക് വരുത്തി കൊടുക്കരുത്. അവർ വന്നു കഴിഞ്ഞാൽ അവരെ സോഫ്റ്റായിട്ട് ഡീൽ ചെയ്തിട്ട് ഇതാണ് ഇത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പതുക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി, എല്ലാം ഓക്കെ ആയിക്കോളും. നമ്മൾ അവരെ കോൺഫിഡൻ്റ് ആക്കുമ്പോഴത്തേക്കും അവർക്ക് ചെയ്യാൻ തോന്നും. അത് നമ്മളെ സംസാരത്തിലും നമ്മൾ പറയുന്ന രീതിയിലുമാണ് അവർ നമ്മളോട് കൂടെ നിൽക്കണം. നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പിന്നെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ വന്ന് അടുത്ത മാസം തന്നെ എനിക്ക് റീല് എടുത്തങ്ങ് സെറ്റ് ആവണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്.
അവരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല. പറഞ്ഞ് നിങ്ങൾ ആദ്യം പഠിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് പോവാം. ഇല്ല എനിക്ക് റീൽസ് എടുക്കണം പക്ഷെ ഡാൻസ് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ എന്ത് പറയാൻ പറ്റും? നമ്മള് മനോജിനെ അറിയാമല്ലോ, അബി ശ്രീജസിന്റെ അടുത്ത് പോയി ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ കുറെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങളെപ്പോഴും പറയുന്നത് ഇല്ല, എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ പറ്റും, ഒന്ന് ശ്രമിച്ചാൽ മതി എന്ന്. മനോജിന്റെ അഭിപ്രായം എന്താ അതിന്? എല്ലാവർക്കും കളിക്കാൻ പറ്റും, എല്ലാവർക്കും. നമ്മളെ ബോഡിയിൽ എല്ലാവർക്കും ഒരു ഗ്രൂവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അമ്പല പരിപാടിയിൽ ഒരു പാട്ടിട്ടേക്കാണ്, അവിടെ ഏതെങ്കിലും ഒരാൾ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കളിക്കും, അത് പുള്ളിയുടെ ഒരു ഗ്രൂവാണ്. അത് പുള്ളി ഡാൻസ് അറിഞ്ഞിട്ടാണോ ചെയ്യണം? അല്ല, പുള്ളിയും കളിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് പുള്ളി. അതേപോലെ എല്ലാവരുടെ ബോഡിയിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഗ്രൂവ് ഉണ്ട്. പക്ഷേ ചിലവർക്ക് നാണക്കേടായിരിക്കും അതിങ്ങനെ, ഞാൻ കളിച്ചു കഴിഞ്ഞാൽ ബോറായി പോകും, ഞാൻ കളിച്ചു കഴിഞ്ഞാൽ മോശമായി പോകും എന്നുള്ളൊരു തോന്നലാണ് അവരവിടെ അങ്ങനെ ഇരുത്തുന്നത്. അല്ലാതെ എല്ലാവർക്കും, ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ പറ്റും, അതിലൊന്നും ഒരു കുറവില്ല. ഇപ്പോൾ ഈ സിനിമയിലൊക്കെ പാക്കിങ് ചെയ്തോണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ആ സിനിമയിൽ സ്വന്തമായിട്ട് കൊറിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കഴിഞ്ഞ പടം എനിക്ക് അങ്ങനെയാണ് വന്നത്. എൻ്റെ കറക്കം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഞാൻ ഇപ്പം അഭിനയിച്ച് നെക്സ്റ്റ് മന്ത് റിലീസാണ് പടം. അപ്പോൾ ആ പടത്തിൽ എനിക്ക് കൊറിയോഗ്രാഫിയും ആക്ടിങ് ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത് രണ്ട് പരിപാടി എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ തിങ്കിങ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ ആക്ടിങ് പരിപാടിയൊക്കെ. കൊറിയോഗ്രാഫി ഓക്കെ അറിയാം, പക്ഷേ ഇത് രണ്ടും കൂടെ നമുക്ക് നടക്കുമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ആക്ടിങ് മാത്രം ചെയ്യാം, കൊറിയോഗ്രാഫി നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പക്ഷെ അത് ഇപ്പം ആലോചിച്ചപ്പം അത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷേ ആ സമയത്ത് എനിക്ക് പ്രഷറായിരുന്നു. എന്ന് വെച്ചാൽ അതൊരു ഹൊറർ പടമാണ്, ഹൊറർ മൂവിയാണ്. അപ്പം അത്ര മേക്കപ്പ് ഉണ്ട്. അപ്പം അതിൻ്റെതായിട്ട് എനിക്കിതെങ്ങനെ പെർഫോം ചെയ്യണം നല്ലപോലെ, എനിക്ക് നല്ലപോലെ അപ്പം എൻ്റെ മൊത്തം കോൺസെൻട്രേഷൻ അതിലായിരുന്നു, ഇതെങ്ങനെ നല്ലപോലെ പെർഫോം ചെയ്യണം എനിക്ക്. അപ്പോൾ എല്ലാം കൂടെ ഇത് തലവേദനയായി പോകും, ഒരു ടെൻഷൻ ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒഴിഞ്ഞാണത്. പിന്നെ ഇടയ്ക്ക് എന്തോ ആഡ് ഷൂട്ട് ചെയ്തു, അത് KCLന്റെ കേരള ക്രിക്കറ്റ്. അല്ലാണ്ട് വേറെ ആഡ് എന്തോ കൊറിയ ചെയ്യാൻ പോയത് നമ്മുടെ മമിത ബൈജുന്റെ കൂടെ. അത് ഞാൻ തന്നെ ചെയ്തു, ഇതിന്റെ ലക്ഷ്യയുടെ. ലാലേട്ടന്റെ ആകെ ഒരു ഷോട്ട് മാത്രല്ലേ? ഒരൊറ്റ ഷോട്ട്. ഇപ്പൊ നല്ല കോൺഫിഡൻസ് ആയോ ആക്ടേഴ്സിനെയൊക്കെ കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട്? പാട്ടും ലാലേട്ടനൊക്കെ എൻ്റെ ഇനി ഒരു വലിയൊരു സിനിമ അങ്ങനത്തെ ഒരു പടം കിട്ടി അടിപൊളിയാക്കാൻ പറ്റും നമുക്ക്. എങ്ങനെയാണ് ഒരു പേഴ്സൺ, ഒരു ഗ്രൂപ്പ് വന്നു എന്ന് വെച്ചോ, മനോജിന്റെ അടുത്ത് കൊറിയോഗ്രാഫി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഒരേ സ്റ്റൈലിൽ പറ്റത്തില്ലല്ലോ. ഒരു റീല് ചെയ്യണം, ഒരു 5 ആൾക്കാർ വന്നു റീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കുന്നത് അവർക്ക് എന്ത് സ്റ്റൈലായിരിക്കും പറ്റുന്നതെന്നുള്ളത്? അവർ കോമൺ സ്റ്റെപ്സ് അല്ലേ, നമ്മളിപ്പം ചാടുന്നതും ഇപ്പം ലെഗ് ഓപ്പൺ ചെയ്തു ലെഗ് ക്രോസ് ചെയ്യുന്നു, ഇത് എല്ലാവർക്കും പറ്റുന്നൊരു പരിപാടിയാണ്. കൈ ഇങ്ങനെ പൊക്കുന്നു താക്കുന്നു, ഇത് താടിയിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട്, താക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് കോമൺ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അവരെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ചെയ്യിപ്പിക്കണം. അങ്ങനെ ചെയ്യിപ്പിച്ചാൽ ബെറ്റർ ആയിരിക്കും. എന്നുവെച്ചാൽ അവർ കളിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇവർക്ക് എത്രത്തോളം പറ്റുന്ന ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാമെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ചെയ്യിപ്പിക്കാവും എപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സാധനങ്ങൾ ഒരിക്കലും നമ്മളെ വരുന്ന ആൾക്കാരുടെ അടുത്ത് കാണിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ലാലേട്ടൻ ചെയ്ത പോലെ തന്നെ ഇപ്പം എൻ്റെ കൊറിയോഗ്രാഫിയോ എൻ്റെ കൊറിയോഗ്രാഫി ലെവലോ ഞാൻ ചെയ്യുന്ന രീതിയിലോ ഒന്നും എനിക്ക് ലാലേട്ടനെ പഠിപ്പിക്കാൻ പറ്റില്ല. ലാലേട്ടനൊരു സ്റ്റൈലുണ്ട്, ഭയങ്കര സ്റ്റൈലാണ് ലാലേട്ടൻ്റെ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്, അടിപൊളി സ്റ്റൈലാണ്. ആ സ്റ്റൈലിലേക്ക് വരുന്നത് ലാലേട്ടൻ്റെ ശൈലി തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം, എന്നാൽ ഭയങ്കര രസമായിരിക്കും കാണാം. അങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്ത് കൊടുക്കാം. അത്ര ഉണ്ടായിരുന്നുള്ളെങ്കിലും ഭയങ്കര നന്നായിട്ട് ചെയ്ത് ലാലേട്ടൻ ഇങ്ങനെ തല ആക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ കൈ ഇങ്ങനെ ആക്കുന്നതായിരുന്നു, ലാലേട്ടൻ സ്റ്റൈലുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ചാലഞ്ചിങ് ആണല്ലേ ഈ വീഴുന്നതൊക്കെ? ഭയങ്കര റിസ്ക് ആണ്. സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമായി അത്. ഓൺ സ്റ്റേജിൽ പറ്റിയിട്ടില്ല, ബാക്ക് സ്റ്റേജിലൊക്കെ. അതെങ്ങനെയാ ഓൺ സ്റ്റേജ് വന്നാൽ എങ്ങനെയാ അത് റിക്കവർ ചെയ്യുന്നത്? ഓൺ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ബ്ലാങ്ക് ആയി പോകും. എനിക്ക് അങ്ങനെ ഒരിക്കൽ പറ്റിയിട്ടുണ്ട്. എൻ്റെ തമിഴ് റിയാലിറ്റി ഷോയിൽ എനിക്ക് അറിഞ്ഞൂടാത്ത സ്റ്റൈലാണ് കഥക്ക്. ഇതൊരു വേറൊരു സ്റ്റൈലാണ്, എനിക്കറിയാവുന്ന കണ്ടംപററി ചെയ്യും, കണ്ടംപററി വിത്ത് കഥക്ക് ചെയ്യണം, അതാണ് കോൺസെപ്റ്റ് എന്നാണ്. അപ്പം അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ സ്റ്റേജിൽ നിന്നുപോയി. ഞാൻ ഇങ്ങനെ ബ്ലാങ്കായി ഇങ്ങനെ നിന്നുപോയി. എനിക്ക് എന്ത് ചെയ്യണം? എല്ലാവരും പറയണം കളിക്കും മനോജ് കളി. ബ്ലാങ്ക് വെച്ചാൽ പാട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയില്ലേ, നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും ഞാൻ അനുഭവിച്ചതിൽ ഭയങ്കര വിഷമം എന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡാൻസ് ലൈഫിൽ ഞാൻ പറഞ്ഞത് എനിക്കതായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഖുഷ്ബു മാമായിരുന്നു എൻ്റെ ജഡ്ജ്, ഖുഷ്ബു മാമും ബൃന്ദ മാസ്റ്റർ. മാം ഭയങ്കര കരച്ചിലായിരുന്നു അതിന്, ഞാൻ സ്റ്റേജിൽ എന്തുകൊണ്ട് നിന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ മനോജായിരുന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ, എന്തെങ്കിലും കറക്കി കുത്തി നേരെ ഒരു ഫ്ലിപ്പൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ, പെട്ടെന്ന് പാട്ടെങ്ങനെ തീർത്ത്. പക്ഷെ നമ്മൾ കളിച്ചു എന്നുള്ളതാണ്. അതായത് ഇവര് ഞാൻ ലാസ്റ്റ് കരഞ്ഞിട്ടും ലാസ്റ്റ് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് കരഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സെക്ഷൻ എത്തുമ്പോഴത്തേക്ക് അടുത്ത പാട്ട് ബാക്കി കിടപ്പുണ്ട്.
അപ്പോൾ അത് ഞാനും അവളും കളിച്ചു നന്നായിട്ട്. പക്ഷെ ഇപ്പോഴായിരുന്നെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഫ്രീ സ്റ്റൈൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കയറി പോയ തന്നെ. പക്ഷെ ആ സമയത്ത് അങ്ങോട്ട് പറ്റിയില്ല. അതാണ് ഒരു മെച്യൂരിറ്റി അല്ലേ? ഉറപ്പായിട്ട് അതാണ് നമ്മൾ കൂടുതൽ പഠിക്കണം, നമ്മൾ ഇതിനെപ്പറ്റി അറിയണം, പെർഫോമൻസ് ചെയ്യണം തോന്നുന്നു. പിന്നെ ഉറപ്പ്. എന്നാലേ ആ ഒരു നമ്മൾ കുറേ സ്റ്റേജ് കയറിയാലേ ആ ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞൊരു സംഭവം മാറുള്ളൂ. മനോജ് ഇപ്പോഴും സ്റ്റേജ് ഫിയർ ഉണ്ടാവാറുണ്ട്? ഉണ്ട്. എങ്ങനെയാണ്? ഈ ഓഡിയൻസിന് കാണുമ്പോഴാണ് പേടി. അത് കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ്. പക്ഷെ നോർമൽ സ്റ്റേജൊക്കെ ഓക്കെ, ഈ കോമ്പറ്റീഷൻ ആകുമ്പോൾ ഇത്രയും ഓഡിയൻസ് നിൽക്കുകയില്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ കയറും, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള ടെൻഷൻ. അത് ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അത് മാറുമോ അതോ? ചിലപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റാണ് അതൊക്കെ. ചിലപ്പോൾ അവർ കൈയടിക്കൂലേ, ക്ലാപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കത് മാറാം. ആ സമയത്ത് എന്തും നടക്കാം. ആ സമയത്ത് ചിലപ്പോൾ പേടിച്ചു പോയി നിന്നു പോവാം, എന്തും നടക്കും. അല്ലാണ്ട് എങ്ങനെയാണ് ഇപ്പം ഡീൽ ചെയ്യുന്നത്? ഇപ്പം ഓൾറെഡി അറിയാമല്ലോ സ്റ്റേജിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഫിയർ ഉണ്ടെന്നുള്ള. എങ്ങനെയാണ് ഇപ്പം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും ഒരു പെർഫോമൻസ് ഒക്കെ. ഭയങ്കര വെച്ചാൽ നല്ലപോലെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുറച്ച് പെർഫോമൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. അത് വെച്ചാൽ നമ്മൾ കളിച്ചത് തന്നെ വീണ്ടും കളിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി റീൽസ് ചെയ്തത് തന്നെ ഞാൻ അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എനിക്കൊന്നും പ്രശ്നമില്ല. പെട്ടെന്ന് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടെൻഷൻ വരും, നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പം എത്ര ഫോംസ് അറിയാം, ഡാൻസ് ഫോംസ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എനിക്ക് ഒരു ഫോം എനിക്ക് അറിയില്ല ആക്ച്വലി. പ്രോപ്പർ എന്ന് വെച്ചാൽ ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല. എന്നാലും കളിക്കാൻ പറഞ്ഞാൽ ഹിപ്പ് ഹോപ്പ് കളിക്കും, കണ്ടംപററി കളിക്കും, ബ്രേക്കിംഗ്. ഞാൻ ആദ്യം ബ്രേക്ക് ഡാൻസറാണ് ആക്ച്വലി. എന്ന് വെച്ചാൽ ബി ബോയ് ആണ് ഞാൻ. ബി ബോയിങ് ആണ് എൻ്റെ സ്റ്റാർട്ടിങ്. അതുകൊണ്ട് ബ്രേക്കറാണ് ഞാൻ. ബി ബോയും ചെയ്യും, അങ്ങനെയൊക്കെ കുറച്ച് സ്റ്റൈൽസ്. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സ്പോട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഡാൻസ് നമുക്ക് ഈ സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ബോഡി മൂവ്മെൻ്റ് ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഉള്ള സ്റ്റെപ്പ് ചുമ്മാ ചെയ്യും നോക്കണ്ട്. ഈ ഗ്രേസ് നാച്ചുറലി വരുന്നത് എങ്ങനെയാണ്? പ്രാക്ടീസിലൂടെയാണ്. അതായത് ഞാനിപ്പോൾ ഒരു സോങ് കിട്ടി, ആ സോങ്ങിന് ഞാൻ മാക്സിമം കേൾക്കും, നല്ല പോലെ കേൾക്കും. അതായത് ഒരു എങ്ങനെ വലിയൊരു 100 വട്ടോ 200 വട്ടോ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആ സോങ്. പക്ഷേ ആ സോങ് നമ്മൾ ആദ്യം ഫീൽ ചെയ്യണം. അത് ഏത് സോങ് ആവട്ടെ, ഇപ്പോൾ ഒരു സ്ലോ സോങ് ആയാലും സ്പീഡ് സോങ് ആയാലും കുറേ വട്ടം നമ്മളത് കേൾക്കണം. കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ആ പാട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഒരു ലവ് സോങ് ആണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ കളിക്കുന്നതിൽ ഒരു ലവ് തോന്നിപ്പിക്കണം എല്ലാവർക്കും. അങ്ങനെ ചെയ്യാവോ എപ്പോഴും കൊറിയോഗ്രാഫി? ലാംഗ്വേജ് അതിനൊരു പ്രശ്നമാണോ? വേറൊരു ലാംഗ്വേജ്, മനസ്സിലാവാത്തൊരു ലാംഗ്വേജിൽ ഒരു പാട്ട് കൊറിയോഗ്രാഫി ചെയ്യണമെങ്കിൽ അത് ലിറിക്സ് മനസ്സിലാവാത്തതുകൊണ്ട് പ്രശ്നം വരും. പക്ഷേ എനിക്ക് സോങ് നമുക്ക് മനസ്സിലാവുമല്ലോ എന്ത് കാറ്റഗറി സോങ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങ് ചെയ്തു പോകും. ഈ ലിറിക്സിന്റെ മീനിങ് എന്താന്നൊക്കെ കയറി നോക്കാറുണ്ട്. ചില കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ നോക്കാറുണ്ട്. നോർമലായിട്ട് കളിക്കുമ്പോൾ അതൊന്നും ആരും അറിയില്ലല്ലോ. കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ മീനിങ് ഒക്കെ ഞാൻ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ഈ പുതിയത് പഠിക്കണം എന്ന് തോന്നുമ്പോൾ എന്താണ് ചെയ്യാറ്? പുതിയ സ്റ്റെപ്സോ പുതിയൊരു സ്റ്റൈല് കൊണ്ടുവരണം എന്നൊക്കെ? എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റൈലുണ്ടല്ലോ, ചെയ്യുന്നൊരു സ്റ്റൈല്, അപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കണം തോന്നിയിട്ടുണ്ട്. അത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. മാറ്റിപ്പിടിക്കണം എന്ന് നമ്മൾ ബാക്കിയുള്ളവർ പറയുന്നതല്ല, മനോജിന് തന്നെ ഇങ്ങനെ തോന്നുമല്ലോ ഇടയ്ക്ക്, ഇനിയൊരു വ്യത്യാസമാവാം ഡാൻസോ റീലോ എന്താന്ന് വെച്ചാൽ. അപ്പം എങ്ങോട്ടായിരിക്കും ആ ഡയറക്ഷൻ പോകുന്നത്? അതായത് ഞാനിപ്പം കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ കഴിഞ്ഞ ഡാൻസും അതിൻ്റെ മുന്നത്തെ ഡാൻസൊക്കെ എപ്പോഴും ഞാൻ ഇരുന്ന് കാണും ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇനി അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇതിലോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കും. എന്നുവെച്ചാൽ അതേപോലെ ഇതാവരുത്, ഇത് വേറൊരു തരത്തിലാവണം. ഇപ്പം മെയിനായിട്ട് നമ്മൾ ഈ കൊറിയോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ സ്റ്റൈൽ ചെയ്യണം. ഫ്രീ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു സോങ് ഇട്ടിട്ട് നമ്മൾ ചുമ്മാ ഡാൻസ് കളിക്കണം. ചുമ്മാ നമ്മൾ കുറേ നേരം കളിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ സ്റ്റെപ്സ് ചിലപ്പോൾ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഫ്രീ സ്റ്റൈൽ കൊറിയോഗ്രാഫി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അത് മാറ്റമുള്ള ഏറ്റവും വലിയ ഗുണമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രീ സ്റ്റൈൽ ചെയ്യണം. ഒരു സോങ് ഇട്ടിട്ട് നമ്മളങ്ങ് ചുമ്മാ കളിക്കണം. പറയാറുണ്ടോ മനോജ് കൊറിയോഗ്രാഫി ചെയ്തത് ഇത് മനോജ് ചെയ്ത കൊറിയോഗ്രാഫിയാ അങ്ങനെ? പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം. അതിൽ ഈ സാധാരണ ചെയ്യുന്ന റീൽസ് ഇങ്ങനെ ഡാൻസ് ക്രൂ വെച്ച് ചെയ്യുന്ന റീൽസ് അല്ലാണ്ട് ഇടയ്ക്ക് ചെയ്തായിരുന്നു മറ്റേ മധുരയ്ക്ക് പോകാതെ. മധുരയ്ക്ക് പോകാതെ. അതെ ഭയങ്കര വ്യത്യാസമായിരുന്നു. അങ്ങനത്തെ റീൽസ് ഇനിയും ചെയ്യാത്ത എന്താണ്? അത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു. എനിക്ക് ഈ കട്ട് ഷോട്ട് എടുക്കുന്ന പരിപാടി ആദ്യം പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമല്ലെന്നല്ല,
അതെങ്ങനെയാണെന്നുള്ള തോന്നൽ വെച്ചാൽ നമ്മൾ ഒരു കൊറിയോഗ്രാഫി ചെയ്യുകയാണ്, ആ കൊറിയോഗ്രാഫി മുഴുവൻ നില നമ്മൾ കളിക്കണം. എനിക്ക് അതിനാണ് സന്തോഷം കിട്ടുന്നത്. ഇപ്പം ഒരു 2 സ്റ്റെപ്പ് വെച്ച് ആ കട്ട് അടുത്ത ഷോട്ട് പോവാം, ആ ഒരു പരിപാടി എനിക്ക് പണ്ട് അധികം അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം ഈ സിനിമയിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളങ്ങനെ അതൊക്കെ പഠിച്ചു വെച്ചേക്കണം, നല്ലതാണ്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഞാനിപ്പോൾ ഒരു കൊറിയോഗ്രാഫർ ആകുമ്പോഴത്തേക്കും നമുക്കത് യൂസ് ആവും. മനോജിന്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ആരാണ്? അമ്മയും അച്ഛനും, വേറെ ആരുമല്ല. എന്താണ് അടുത്ത സ്റ്റെപ്പ് ഈ കരിയർ ഗ്രോത്തിൽ? അടുത്ത എന്താണ് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ഡ്രീം പ്രോജക്റ്റ് വല്ലതും ഉണ്ടോ മനോജിന്? ഡ്രീം പ്രോജക്റ്റ് ഒരു ആക്ടറെയോ അല്ലെങ്കിൽ ഒരാളെയോ കൊറിയോഗ്രാഫ് ചെയ്യണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? അങ്ങനെയുണ്ട്. പറയാൻ പറ്റുമോ? പറയാ ലാലേട്ടൻ തന്നെയാണ്. ആ ലാലേട്ടൻ, എനിക്ക് ലാലേട്ടൻ വേറൊരു, അതായത് ഇപ്പം നമ്മൾ ഇത് സടക്ക് സടക്ക് അതില്ലേ നമ്മളെ രാവണ പ്രഭുല, അതുപോലത്തെ ഒരു പരിപാടി ലാലേട്ടനെ ചെയ്യിപ്പിക്കണമെന്നുണ്ട്. എന്നുവെച്ചൊരു ഫോക്ക് പരിപാടി, ഒരു പരിപാടി ചെയ്യിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക്. വലിയൊരു ഡ്രീമാണ് അത്. വെച്ചാൽ ഞാൻ വാലിബം കഴിഞ്ഞതിന് ശേഷം തന്നെ ഇങ്ങനെ ആലോചിച്ചത് എന്തെങ്കിലും ഒരു കൊറിയോഗ്രാഫി ലാലേട്ടനെ വെച്ച് കിട്ടണമെന്ന് വെച്ചപ്പോൾ അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നല്ലോ. ആ ഡ്രീം സക്സസ് ആയത് ഈ KCLനാണ്. പക്ഷെ എനിക്ക് പിന്നീട് എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഇനി പ്രൂവ് ചെയ്യണം ഇതുകൊണ്ട്. ആ ലാലേട്ടനെ കൊണ്ടുവരണം എന്നുള്ളത്, എനിക്കത് പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇത് പറഞ്ഞിട്ടുണ്ടോ ലാലേട്ടൻ്റെ അടുത്ത്? അല്ല, ഞാൻ KCLന് പോയപ്പോഴത്തെ എന്നെ അവിടെ വെച്ച് കണ്ടായിരുന്നു. കണ്ടിട്ട് നീ എന്താ മോനെ എവിടെയെന്ന് ചോദിച്ചു. നമ്മൾ ഡാൻസ് പഠിപ്പിക്കാൻ. ആരെ ചോദിച്ചു. ഞാൻ അണ്ണനെ പഠിപ്പിക്കും. എന്നെയോ? ഡാൻസോ? ഞാൻ അത് ഡാൻസ് പഠിപ്പിക്കാനാണ്. എന്താ സ്റ്റെപ്പ് കാണിച്ചേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുന്ന സ്റ്റെപ്പ് കാണിച്ചു. ആ ഓക്കെ ചെയ്യാം. ലാലേട്ടൻ പറയും കുറച്ചുകൂടെ ടഫ് ആക്കും മോനെ. ഇല്ല അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ഭയങ്കര റെസ്പെക്റ്റാണ് നമ്മുടെ അടുത്ത്. വെച്ചാൽ ആ സമയത്ത് ഞാൻ കൊറിയോഗ്രാഫർ ആണെന്നുള്ളത് നമ്മുടെ അടുത്തൊരു മര്യാദ കാണിക്കൂലേ, അത് ഭയങ്കര എങ്ങനെ പറയാം, വലിയ നല്ലൊരു മനുഷ്യനാണ്. സിംഗിളായിട്ട് ഡാൻസ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം, ഗ്രൂപ്പായിട്ട് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഡാൻസ് കളിക്കുന്നതാണ് ഇഷ്ടം, അതിൽ ഏതെങ്ങനെ ആയാലും. നമ്മുടെ നൈറ്റ് ഔട്ട് ടോക്കീസിൽ വന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പം ഇനിയും നല്ല സിനിമകൾ വരട്ടെ. എനിക്ക് ഓർമ്മയുണ്ട് ഡാൻസ് സ്റ്റുഡിയോയുടെ ഇനോഗ്രേഷൻ്റെ സമയം ഞാനൊരു വീഡിയോ എടുത്തിരുന്നു, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നേ. അത്രയും അവരുടെ കണ്ണിൽ അത്രയും പ്രൗഡായിരുന്നു മനോജിൻ്റെ ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോൾ. അതെപ്പോഴും ഉണ്ടാവട്ടെ, നല്ല നല്ല നിലയിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.